സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഇന്നൊരു മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലക്കറി. അപ്പോൾ അതിനായിട്ടൊരു 200 ഗ്രാമിൻ്റെ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഒന്ന് കുതിർത്തി വയ്ക്കാം. ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ കറിക്ക് ഒരുപാട് തക്കാളി ആവശ്യമില്ല. ഇത് അത്യാവശ്യം പുളിയുള്ളൊരു തക്കാളിയാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ പച്ചമുളകൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം ഇതെല്ലാം കൂടി കൂട്ടി പൊടിച്ചൊരു മസാലയാണത്. മുളക്, ഇനി നമുക്ക് കൂണ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പായി പോയിട്ടുണ്ട് വീഡിയോ. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കൂണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയൊരു നല്ലൊരു മസാലക്കറിയാണ്. കുറച്ച് കറിവേപ്പില കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. താങ്ക് യു.